വെള്ളാപ്പള്ളി നരേഷിന്റെ കാര്യം നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഇപ്പോ പത്മ അവാർഡ് മേടിക്കാൻ വേണ്ടി പോയതും അറിയാം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. 124 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ വിജിലൻസ് അന്വേഷണമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന് സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ബാക്കി കേസുകളിലൊന്നും ഇദ്ദേഹത്തെ തൊട്ടിട്ടില്ല. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഒരു രീതിയിലും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയിട്ടില്ല. എന്നാൽ ഇത്രയും ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്ത ഒരു വ്യക്തി ഈ ആലപ്പുഴ കോടതി പോലും മരാരിക്കുളം സ്റ്റേഷനിൽ അവരുടെ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോകണം. പേരുടെ പേരിൽ ഒരു രീതിയിലുള്ള എൻക്വയറി പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് അപ്പൊ ഈ 124 ക്രിമിനൽ കേസിലെ പ്രതി എത്ര പേരുടെ ജീവിതം ഇയാൾ നശിപ്പിച്ചു, എത്രമാത്രം കോഴക്കേസുകൾ. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഒരു വ്യക്തി നമ്മുടെ സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു വ്യക്തി നമ്മളുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? ഇയാൾ ഒരു ക്രിമിനലായിട്ട് ജീവിച്ചോട്ടെ, ഇയാളുടെ ക്രൈമിനൊന്നും നമ്മളാരും ചോദിക്കുന്നില്ല. അത് കണ്ടാൽ തന്നെ അറിയാം അയാൾ ഒരു പൊങ്ങച്ചക്കാരനാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മറയാക്കി തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ മൗനം ഭജിക്കുക എന്നുള്ളത് ധർമ്മമാണോ? പ്രശസ്തനും പ്രഗത്ഭനുമാ. കുബുദ്ധിയാണല്ലോ കയ്യിലുള്ളത്. ഗ്രഹപ്പഴ സമയമാണല്ലോ. എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. പുലിയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പുലിമടയിൽ തന്നെ അയാളുടെ നാടായ ഇയാള് എന്താ പറഞ്ഞത്, പലതരത്തിലുള്ള വെല്ലുവിളിയാണ്. അയാളുടെ നാട്ടിൽ വന്ന് പറഞ്ഞാൽ അയാൾ കരിച്ചു കളയുമെന്ന്. അയാളുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, വെള്ളാപ്പള്ളിയുടെ മോനും വെള്ളാപ്പള്ളിയുടെ ഗുണ്ടകൾക്കും ധൈര്യമുണ്ടെങ്കിൽ, അവർ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണെങ്കിൽ അവരെ നേരിടണം. നമ്മൾ അല്ലടാ ബാബി, പിന്നെ ഈ തന്തയുടെ മോനല്ലയോ, മോശം വരത്തില്ല. എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അവിടെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരല്ല, നമ്മൾ ധർമ്മത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി പോരാടുന്ന ആൾക്കാരാണ്. അപ്പം ഇത്തരം ക്രിമിനൽസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് BJP ആണ് ഇവിടെ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നമ്മളെയാണല്ലോ മച്ചമ്പി. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി ജൂബിലി ഫണ്ട് തട്ടിപ്പിന്റെ പ്രശ്നം ഇവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രി അതിൽ നിന്ന് ഇയാളുടെ പരിപാടി കൊല്ലത്ത് ബഹിഷ്കരിച്ചതാണ്. എന്നിട്ട് ആ പ്രധാനമന്ത്രി സാക്ഷി നിൽക്കുകയാണ് ഇയാൾ ഇവിടെ ഈ അവാർഡ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രാജീവ് ചന്ദ്രശേഖരന്റെയും തുഷാറിന്റെയും ഈ ഒരു കോക്കസ് ആണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി കഞ്ഞിയായില്ലേ? ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.